റീൽസുകളിലൂടെയും ബിഗ് ബോസ് മലയാളം സീസൺ 7 മലയാളികൾക്ക് സുപരിചിതനായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അഭിലാഷ്. ടിക്ടോക്കിലൂടെ സോഷ്യൽ മീഡിയയിൽ ചുവടുവച്ച അഭിലാഷിന് ഇന്ന് യൂട്യൂബിൽ 10 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഡാൻസ്, അഭിനയം, ക്രിക്കറ്റ് എന്നിവയോടാണ് അഭിലാഷിന് താല്പര്യം. ഒരു കാലിന് സ്വാധീനമില്ലെങ്കിലും അതിനെ ഒരു കുറവായി കാണാതെ തൻ്റെ കഴിവുകളെല്ലാം മികച്ച രീതിയിൽ അവതരിപ്പിച്ച് മുന്നേറിയ അഭിലാഷ് സീരിയൽ നടി ശ്രീകുട്ടിയെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറം ഏറെ സന്തോഷത്തോടെ ഒരു കുഞ്ഞിനെ കാത്തിരിക്കുക കൂടിയാണ് ഇപ്പോൾ ഇരുവരും. അതിനിടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരു വീഡിയോയുമായി രംഗത്തു വന്നിരിക്കുകയാണ് അഭിലാഷ്. ഭിന്നശേഷിക്കാരനായ ആളുകളെ പരിഹസിച്ച് അബൂബക്കർ റാഷിദ് എന്നയാൾ ചെയ്ത റീൽ വീഡിയോകൾക്കെതിരെയാണ് അഭിലാഷിന്റെ വീഡിയോ. നേരത്തെയും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അഭിലാഷിനെ പോലെയുള്ളവർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അഭിലാഷ് ബിഗ് ബോസിൽ പോയപ്പോൾ പ്രശസ്ത സീരിയൽ നടി അമൃതയും കൈയും കാലും വയ്യാത്ത ആളുകൾ മത്സരിക്കാൻ പോകുന്നതിനെ വിമർശിച്ച് വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ എടുത്തുവെച്ച് അഭിലാഷ് അന്ന് പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഏറെ രോഷത്തോടെയാണ് അഭിലാഷ് രംഗത്തു വന്നിരിക്കുന്നത്. തൻ്റെ വീഡിയോയിൽ അഭിലാഷ് പറയുന്നത് ഇങ്ങനെയാണ്: എനിക്കൊരു സുഹൃത്തുണ്ട്, അവന് കൈയില്ല. അന്ന് താൻ ബിഗ് ബോസിൽ പോയപ്പോൾ അമൃത ചെയ്ത വീഡിയോ അവനെ ഏറെ വിഷമിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ പ്രതികരിച്ചത്. പക്ഷേ അന്ന് ആ വീഡിയോയ്ക്ക് വന്നത് എന്നെപ്പോലുള്ളവരെ വിമർശിച്ചുള്ള കമൻറ്റുകളായിരുന്നു. വീഡിയോയെ ആ രീതിയിൽ കണ്ടാൽ പോരെ എന്നൊക്കെയായിരുന്നു കമൻറ്റുകൾ. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മറ്റൊരാൾ ചെയ്ത ഒരു വീഡിയോ കൂടി അയച്ചു തന്നു. അതിലും കാലുവയ്യാത്ത ആളുകളെ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു കോണ്ടന്റ്. അതിൽ അഭിനയിച്ച അവനെ ഞാൻ ഒന്നും പറയുന്നില്ല. അവന് ജന്മം നൽകിയവരോടാണ് എനിക്ക് പറയാനുള്ളത്. ആ വീഡിയോയിൽ അവനൊപ്പമുള്ളത് അവൻ്റെ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ ഒക്കെ തന്നെയായിരിക്കും. മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്. കയ്യോ കാലോ വയ്യാത്തതോ ചെവി കേൾക്കാത്തതോ ആയ ഒരു വ്യക്തി ഇവൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ എത്രത്തോളം വിഷമിക്കുമെന്നത് ചിന്തിക്കണമായിരുന്നു. ഒരു വീഡിയോയിൽ മാത്രമല്ല, കാല് വയ്യാത്തവരെയും മറ്റും പരിഹസിച്ച് വേറെയും വീഡിയോ ഇവൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവൻ റീച്ച് ഉണ്ടാക്കുന്നത്. അവന് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. വീഡിയോയ്ക്ക് വന്ന കമൻസുകൾ അവനെ വിമർശിച്ചുകൊണ്ടാണ്. അവൻ ചിലപ്പോൾ അതിലും ഹാപ്പി ആയിരിക്കും. ഇങ്ങനെ ചെയ്തതിനെല്ലാം അവന് കിട്ടും. നാളെ അവന് ജനിക്കാൻ പോകുന്ന കൊച്ചിന് കാലിനോ കൈക്കോ കണ്ണിനോ ചെവിക്കോ പ്രശ്നം വരുമ്പോൾ അവന് ഞങ്ങളുടെ വേദന മനസ്സിലാകും. അതുവരെ അവനിത് മനസ്സിലാകില്ല. പണ്ട് സിനിമകളിൽ ഭിന്നശേഷിയുള്ളവരെ വെച്ച് കോമഡി സൃഷ്ടിക്കുമായിരുന്നു. ഇപ്പോൾ അതില്ല. കാരണം അതിനെതിരെ നിയമമുണ്ട്. പരാതിപ്പെടാനും കേസ് ഫയൽ ചെയ്യാനും കഴിയും. ഇവനെതിരെയും കേസ് കൊടുക്കാം. പക്ഷേ എനിക്കതിനുള്ള സമയമില്ല. നാളെ നിനക്കും ഇതുപോലൊരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ മതിയല്ലോ. നിനക്ക് ജനിക്കാൻ പോകുന്ന പിള്ളേർക്ക് ഇങ്ങനെയൊരു അവസ്ഥ വരാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു അഭിലാഷിൻ്റെ രോഷത്തോടെയുള്ള വാക്കുകൾ. ജനിച്ചപ്പോഴേ കാലിന് പ്രശ്നമുണ്ടായിരുന്ന ആളാണ് അഭിലാഷ്. ഇതിൻ്റെ പേരിൽ സ്കൂൾ കാലഘട്ടങ്ങളിലെല്ലാം ഒരുപാട് പരിഹാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതിനെയെല്ലാം വകഞ്ഞുമാറ്റി ജീവിതം മുന്നോട്ട് നയിച്ച അഭിലാഷിൻ്റെ കുറവുകളൊന്നും നോക്കാതെ ഒപ്പം കൂടിയ പെൺകുട്ടിയാണ് ശ്രീകുട്ടി. ഇപ്പോൾ ഇരുവരും തങ്ങളുടെ ആദ്യത്തെ കൺമണിക്കായുള്ള കാത്തിരിപ്പിൽ കൂടിയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.